എൻ്റെ കണ്ണിലുണ്ട്. അമ്മയുടെ അവസാനത്തെ പാട്ടുണ്ട്, അത് മരണത്തെക്കുറിച്ചിട്ടുള്ളൊരു പാട്ടായിരുന്നു. അതിപ്പോഴെനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് ചെയ്യുന്നൊരു മൂവിയിൽ പാടാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കൂടുതൽ ഞാൻ പറഞ്ഞ് തീർന്നിരിക്കുന്നില്ല. അതിനുള്ളിൽ അത് തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. നമസ്കാരം. പടു എന്ന ഈ ചിത്രത്തിലെ പാട്ടുകൾ ഇപ്പം നമ്മളെല്ലാവരും കേട്ടു. എല്ലാം നല്ല മെലഡി. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് കുറച്ച് എന്താ പറയുക, കൂടുതലും മെലഡി കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ ഒരു പാട്ടുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന് എൻ്റെ സൈഗാളിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ എഴുതിയത് മുരളി നീലാംബരി, അദ്ദേഹത്തിനും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പറഞ്ഞ മാതിരി TG രവി സാറുമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് അവസാനം എഴുതിയ ഒരു പാട്ട്, അത് ഞാൻ പാടണം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ എൻ്റെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് അത് പാടുമ്പോൾ ശ്രീജിത്ത് ഉണ്ടായിരുന്ന കൂടെ ത്രൂ ഔട്ട് കരഞ്ഞുകൊണ്ടിരുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അമ്മയുടെ അവസാനത്തെ പാട്ടുണ്ട്, അത് മരണത്തെക്കുറിച്ചിട്ടുള്ളൊരു പാട്ടായിരുന്നു. അതിപ്പോഴെനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് ചെയ്യുന്നൊരു മൂവിയിൽ പാടാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നല്ലൊരു പാട്ട് എല്ലാവരിലും എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ സൈഗളിനെ കുറിച്ച് രണ്ട് വാക്ക്. ഞാൻ അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ല പരിചയമുള്ളൊരു സംഗീത സംവിധായകൻ്റെ ഛായ ഉണ്ടെന്നാണ്. നമ്മുടെ തമിഴിലെ ദേവാസാറിനെ കണ്ടിട്ടില്ലേ എല്ലാവരും? ദേവാസാറിൻ്റെ ഛായ തോന്നിയോ? അപ്പോൾ അതിനകത്ത് അദ്ദേഹം പാടി അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അവസരങ്ങൾ വരട്ടെ, സക്സസ്ഫുൾ ആവട്ടെ. വടു വന്ന ഈ മൂവി ഒരു വമ്പിച്ച വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ബെസ്റ്റ് വിഷസും. അടുത്തതായി ഈ ചടങ്ങിൽ ഈ സിനിമയിലൂടെ മലയാള സിനിമാ രംഗത്ത് തുടക്കം കുറിച്ച അതിനു മുൻപായിട്ട് ഐ റിക്വസ്റ്റ് പ്രദീപ് കുമാർ മോഹനൻ കുനിയാത്ത്, ഷീബ പ്രദീപ് ടു കം ഓൺ സ്റ്റേജ് പ്ലീസ്. ചേച്ചിക്ക് ഞങ്ങളുടെ ഒരു ചെറിയ ആദരവ് ഈ വേദിയിൽ നൽകുന്നു. മോഹനൻ കുനിയാത്ത്.
ഞങ്ങളുടെ പരമാവധി ശ്രദ്ധ ചെലുത്തി. ആദ്യമായി സിനിമയുടെ ഡയറക്ടർ ശ്രീ ശ്രീജിത്ത് പൊയിൽക്കാവ്. അതിമനോഹരമായ ഒരു ചിത്രമാണ് അദ്ദേഹം ഞങ്ങളുടെ കഴിഞ്ഞ നജസിന് ശേഷം മലയാളികളിലേക്ക് എത്തിക്കുന്നത്. അറിയപ്പെടുന്ന നാടക പ്രസ്ഥാനങ്ങളുടെ കടന്നുവന്ന് മലയാള സിനിമാ രംഗത്തേക്ക് ഗ്രേഡിംഗ് അതിമനോഹരമായ സിനിമയുടെ കളർ കോമ്പിനേഷൻസ് മനോഹരമായി നിർവഹിച്ചിട്ടുണ്ട്. ഫുൾ സിനിമാസ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളവര് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അമ്പിളി ഔസേഫ്, രജീഷ് വർമ്മ. അടുത്ത പ്രധാനമായിട്ട് വിളിക്കാനുള്ളത് ശ്രീ യു പ്രദീപ്. അതിശക്തമായ ഒരു കഥാപാത്രത്തെ വടു ഈ സിനിമയിൽ
24-ന്റെ ന്യൂസ് അവതാരകൻ ശ്രീ യുഗ് പ്രദീപ്. Next is Dr. B.G. Gogulan. Dr. B.G. Gogulan. അടുത്തത് ശ്രീ K. രാംദാസ്. രാംദാസ് ഫാദർ അനിൽ ഫിലിപ്പ്. ചേച്ചി ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദി ഇത്രയും നേരം ഇവിടെ നിന്ന് ഞങ്ങളുടെ ഈ ചെറിയ ഒരു സംരംഭത്തെ ഇത്രയും മനോഹരമായി വിജയിപ്പിച്ച് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എക്കാലത്തും ഞങ്ങൾ കടപ്പെട്ടിരിക്കും, മലയാളികൾ കടപ്പെട്ടിരിക്കും. ഈ മനുഷ്യരുള്ളിടത്തോളം കാലം ആസ്വദിക്കുന്ന സംഗീതം, കേൾക്കാൻ കൊതിക്കുന്ന സംഗീതം, ആ നാദധാര ഇനിയും ഇനിയും അനർഗളം പ്രവഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളുടെ ദേശനാഥനായ ശ്രീ പൂർണ്ണത്രേശന്റെ അനുഗ്രഹങ്ങൾ ചേച്ചിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ആയിട്ട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് സിനിമയുടെ ഡയറക്ടർ ശ്രീ ശ്രീജിത്ത് പോയിൽക്കാവിനെ ക്ഷണിക്കുന്നു. ഈ ഒരു പരിപാടി വളരെ മനോഹരമാക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ നിന്ന ചിത്ര ചേച്ചി, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരും, അതിനൊപ്പം ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമാക്കാൻ വേണ്ടി നമുക്ക് എല്ലാ പിന്തുണയും നൽകിയ ചവറ കൾച്ചർ സെൻറ്റർ, ഈ ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുള്ളത് ചവറ കൾച്ചർ സെൻ്ററാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ ഇവൻറ്റിനെ മനോഹരമാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡോക്ടർ ഗോകുലൻ സാർ, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അപ്പം എന്തായാലും കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. ഒരു മികച്ച സിനിമ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. സിനിമ 2 മാസത്തിനുള്ളിൽ അത് തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള തുടർ സമയങ്ങളിലും തിയേറ്ററിലും ഒക്കെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ഓരോരുത്തരെയും പേരെടുത്തൊന്നും സൂചിപ്പിക്കുന്നില്ല. എല്ലാവരോടും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.